നമുക്കിന്ന് പാൽക്കൊഴുക്കട്ട തയ്യാറാക്കിയാലോ? അതിന് കുഞ്ഞു കുഞ്ഞു ബോൾസാണ് വേണ്ടത്. നമുക്കത് റെഡിയാക്കാം. അതിനായി വെള്ളം ചൂടാക്കാൻ വെച്ചു. അപ്പോൾ തന്നെ നമുക്ക് ഒരു 3/4 ഗ്ലാസ് പൊടിയെടുത്ത്, അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഇതാണ് മെഷറിംഗ് കപ്പ്. ഇതിൽ 3/4 ഗ്ലാസ്സാണ് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത്. 2 പേരുടെ അളവ് ഉണ്ടാക്കുന്നുള്ളേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് സോൾട്ട്, കുറച്ച് ഗീയും ആഡ് ചെയ്യാം. നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും. ഇങ്ങനെ ഒരു ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ചെറിയ ബോൾസാക്കി നമുക്ക് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. കുഞ്ഞു ബോൾസാക്കി ഉണ്ടോ? ബോൾസാണ് നമുക്ക് അത്രയും പൊടി കൊണ്ട് ഉണ്ടാക്കാൻ കിട്ടിയത്. ഇനി നമുക്ക് തേങ്ങാപ്പാലിൽ പിഴിഞ്ഞെടുത്ത 2ാം പാലാണിത്. ഇത്രയുള്ളൊരു കപ്പ് 2ാം പാൽ നമുക്ക് ഇത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ടേക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ 2ാം പാല് നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഓരോരോ ബോൾസ് ഇട്ട് കൊടുക്കാം. ഇപ്പം ബോൾസ് ഇട്ട് കഴിഞ്ഞാൽ അത് ഉടനെ ഇളക്കാൻ പാടില്ല. അതൊന്ന് സെറ്റാകട്ടെ. അപ്പം നമുക്ക് കുറച്ച് സ്ലറി റെഡിയാക്കാം. ഒരു 2 ടീസ്പൂൺ റൈസ് പൗഡറാണ് എടുത്തത്. അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊരു സ്ലറി പോലെ ആക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ സമയത്ത് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ അകത്തേക്ക്. ബോൾസൊക്കെ നന്നായിട്ട് വേകുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് കിടന്ന് 2 മിനിറ്റും കൂടി കഴിയുമ്പോൾ നമുക്ക് സ്ലറി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ബോൾസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഈ കലക്കി വെച്ചിരിക്കുന്ന ഈ സ്ലറി ഉണ്ട്, അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മിശ്രിതം ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് കട്ടിയായി വരുമ്പോൾ നമുക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തിളക്കണ്ട, ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഇറക്കാം. അപ്പം നമ്മുടെ പാൽക്കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. കണ്ടോ? ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം ഞാനൊരു ബോൾ എടുത്ത് ടേസ്റ്റ് ചെയ്യാവേ. നല്ല ചൂടുണ്ട്. വളരെ സോഫ്റ്റ് ബോൾസ്. ഇതിൻ്റെ ആ മിൽക്ക് കുടിച്ചോട്ട് ആ തേങ്ങാപ്പാലിൻ്റെയൊക്കെ കുറച്ച് ഷുഗർ ഇട്ടിട്ടുള്ളൂ, ഒത്തിരി ഷുഗർ ഇട്ടിട്ടില്ല. എനിക്ക് ഒത്തിരി ഷുഗർ ഇഷ്ടമല്ല, പക്ഷെ ആ ഒരു ലൈറ്റ് ടേസ്റ്റൊക്കെ ആയിട്ടില്ലേ, കൊള്ളാം. ചെറുതായിരുന്നപ്പോൾ കഴിച്ചതാണ്. ഇപ്പോൾ തന്നെത്താനെ ഉണ്ടാക്കി കഴിക്കുമ്പോഴൊരു ടേസ്റ്റ് ഇല്ലേ, അത് വേറെയാണ്. കൊള്ളാം. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. ഓക്കെ, അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ.